iPhone ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും iPhone വേൾഡിന്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് iPhone ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് ഏറ്റവും മികച്ച ഒരു ടിപ്സ് ആണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ഇനി മുതൽ വോയിസിലൂടെ ടെക്സ്റ്റുകൾ എഴുതാൻ സാധിക്കും. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു വിഷയം നമുക്ക് വോയിസിലൂടെ പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആക്കി എഴുതി തരും. അത് മലയാളം ആവാം, ഇംഗ്ലീഷ് ആവാം, അറബി ആവാം. ഏത് ഭാഷയും നിങ്ങൾ എന്താണോ സംസാരിക്കുന്നത് അത് നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ ആയി മലയാളമായി എഴുതി തരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായും iPhone ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് നമ്മുടെ ഈ ഒരു പേജിലൂടെ തന്നെ പരിചയപ്പെടുത്തില്ലായിരുന്നു ഞങ്ങളുടെ അഡ്മിനായ റഹീം. അന്ന് ഏകദേശം 5-6 ദിവസങ്ങൾക്കകം അത് പേഡായി. ഏകദേശം $10 മുകളിലായിരുന്നു അതിൻ്റെ വില. പക്ഷേ ഇന്ന് മുതൽ അത് വീണ്ടും ആപ്പ് സ്റ്റോറിൽ ഫ്രീ ആയി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത്. തീർച്ചയായും പല കൂട്ടുകാരും ദിവസേന ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ആൻഡ്രോയിഡിൽ ഗൂഗിൾ ഇന്ത്യ കീബോർഡ് ഉപയോഗിക്കുന്ന അതേ രീതിയിൽ നമുക്ക് വാട്സപ്പിലേക്ക് മലയാളം ടെക്സ്റ്റുകൾ വോയിസിലൂടെ പറയാൻ സാധിക്കുമോ എന്ന്. തീർച്ചയായും നമ്മുടെ ഐഫോണിലും ഇത് സാധിക്കും. ഇതൊരു പ്രോ വേർഷനാണ്. തീർച്ചയായും ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. കാരണം പല ഘട്ടങ്ങളിലും പല മാറ്ററുകൾ എഴുതാൻ നമുക്ക് എഴുതുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനോട് നമ്മൾ എന്താണോ മാറ്റർ അത് ജസ്റ്റ് പറഞ്ഞാൽ മതി, അത് നമുക്ക് ടെക്സ്റ്റ് ആക്കി എഴുതി തരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ പ്രത്യേകം ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ എന്ത് ടെക്സ്റ്റ് ആണോ വോയിസിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ സാവധാനം എടുത്തു പറയുക. എന്നാൽ മാത്രമാണ് അത് ടെക്സ്റ്റ് ആക്കി എഴുതി തരികയുള്ളൂ. അല്ലാതെ എൻ്റെ നാടായ കൊണ്ടോട്ടി മലപ്പുറം ഏരിയയിലുള്ള ആളുകളാണ് എങ്കിൽ ആ രീതിയിൽ സ്ലാങ്ങിൽ സംസാരിച്ചാൽ ചിലപ്പോൾ ഇത് ലഭിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് നിർത്തി സംസാരിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഞാൻ മാറ്റർ പറയാം. ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് ആ രീതിയിൽ പറയാതെ ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് iPhone വേൾഡിന്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതേ രീതിയിൽ പതുക്കെ അതിനോട് പറഞ്ഞാൽ അത് തീർച്ചയായും നിങ്ങൾക്ക് എഴുതി തരും. തീർച്ചയായും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണം. നല്ലൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് പേജിലൂടെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായും നിങ്ങളുടെയൊക്കെ ഷെയർ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല ടിപ്സുകൾ ഞങ്ങളുടെ പേജിലൂടെ വരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പേജ് ലൈക്ക് ചെയ്യുക, ഈ പോസ്റ്റ് ഷെയർ ചെയ്യുക. യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം. അവരും കൂടി ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് അത് വോയിസിലൂടെ അത് മലയാളത്തിലാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോ അവസാനം വരെ കാണണം. സെറ്റിംഗ്സിൽ ചെറിയ മാറ്റങ്ങൾ ആപ്ലിക്കേഷനിൽ വരുത്താനുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നേരെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കിട്ടുന്നില്ല എന്ന് കമൻറ്റ് ബോക്സിൽ പറയരുത്. ഇത് 100% സക്സസ് ആണ്. കാരണം 1.5 വർഷം മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് വീണ്ടും ഫ്രീ ആയ സമയത്ത് വീണ്ടും പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇത് പ്രത്യേകം പറയാനുള്ളത്, ഇത് US സ്റ്റോറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുകയുള്ളൂ. US സ്റ്റോറിലുള്ള ആളുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ US സ്റ്റോർ പുതുതായിട്ട് നിങ്ങൾ നിർമ്മിക്കുക. അത് നിർമ്മിക്കേണ്ട വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും ഉണ്ട്. നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് US ID നിർമ്മിക്കാനുള്ളത് മനസ്സിലാക്കുകയും പിന്നീട് നിങ്ങൾ ഈ ആപ്പ് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ചില ഗന്ധങ്ങളിൽ മനസ്സുടക്കും. അവീവ സുഗന്ധം പോലെ. അവീവ പെർഫ്യൂംസ്, പ്രകൃതിയുടെ പുതിയ പരിമളം. ഫ്രണ്ട്സ്, നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യമായി കാണാൻ സാധിക്കുക. ഇതിൽ നമുക്ക് സെറ്റിംഗ്സിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അതായത് നമുക്കിപ്പോൾ മലയാളമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മലയാളം ലാംഗ്വേജ് ഇതിലേക്ക് ആഡ് ചെയ്താലേ നമുക്ക് മലയാളം ലഭിക്കുകയുള്ളൂ. അതിന് കൂട്ടുകാർ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ സെറ്റിംഗ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മലയാളം എന്ന് കാണാൻ സാധിക്കും, മലയാളം ഇന്ത്യ എന്ന് കാണാൻ സാധിക്കും. അവിടേക്ക് നമ്മൾ മലയാളം കൊണ്ടുവരണം. അതിൻ്റെ മുകളിൽ ചിലപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ നിങ്ങൾ ഇംഗ്ലീഷ് ഒഴിവാക്കി മലയാളം ആഡ് ചെയ്യണം. അതിന് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒട്ടനവധി ഭാഷകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതിൽ താഴെയായിട്ട് എന്നുള്ള ഭാഗത്ത്, അതായത് മലയാളം എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് മലയാളം ലഭിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മലയാളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഓൾറെഡി ഇതിലേക്ക് നമ്മുടെ മലയാളം ആഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ആ മലയാളം കാണുകയുമില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ മലയാളം ഉണ്ടാവും. അവിടെ നിങ്ങൾ മലയാളം ക്ലിക്ക് ചെയ്ത് മലയാളത്തിൻ്റെ മുകളിലേക്ക് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, മലയാളം എത്തിയിട്ടുണ്ടോ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഈ സ്പീഡ് ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് മലയാളം എഴുതി തരികയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സ്ലോ ഫാസ്റ്റ് കാണുക. നിങ്ങൾ സംസാരിക്കുന്നത് ഫാസ്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ ഈ ബാർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് മലയാളം കറക്റ്റായിട്ട് വരികയുള്ളൂ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. ഓക്കെ, വേറെ ഇതിൽ പ്രത്യേകിച്ച് എനേബിൾ ഫേവറേറ്റ് എന്നുള്ളതും ജസ്റ്റ് ഓൺ ചെയ്തിട്ട് നന്നാവും. കാരണം നിങ്ങൾ ചെയ്യുന്നത് ഏതെങ്കിലും ഫേവറേറ്റ് ആക്കി വെക്കേണ്ട വോയിസുകളൊക്കെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഡൺ അടിക്കാം. ഡൺ അടിച്ചതിന് ശേഷം ഈ താഴെ കാണുന്ന ഈ മൈക്കിൻ്റെ മുകളിൽ ഒരു പ്രസ് ചെയ്യുക.
ഒരു പ്രസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞ് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടെക്സ്റ്റ് ഇതിലേക്ക് വരുന്നതാണ്. ഇനി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാൻ പോവുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഓക്കെ, ഞാൻ അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്തു. ഇനി നമുക്ക് വന്നിട്ടുണ്ടോ നോക്കാം. ഇനി അധികം ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് നമസ്കാരം എന്നാണ് വന്നത്. നമുക്കൊന്നും കൂടി പറഞ്ഞു നോക്കാം. ഞാൻ സ്പീഡിൽ പറഞ്ഞതുകൊണ്ടാണ് അത് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് മായ്ക്കണമെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ബ്രഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മായ്ക്കാം. ഒന്നുകൂടി സംസാരിക്കാം. നിങ്ങൾക്ക് ഇത് പ്രൂഫ് ചെയ്ത് തരാനുള്ള കാരണം പല ആളുകൾക്കും എഴുതുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. കാരണം വോയിസിലൂടെ പറയുന്നതായിരിക്കില്ല ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ പതിയെ സംസാരിക്കുക. ഓക്കെ, ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് എൻ്റെ നമസ്കാരം. ഇനി നമുക്കത് കറക്റ്റാണോ എന്ന് നോക്കാം. നിങ്ങൾ നോക്കൂ, ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് എൻ്റെ നമസ്കാരം കറക്റ്റായി വന്ന് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നതിനുശേഷം നമുക്ക് വാട്സപ്പിലൊക്കെ എവിടേക്കാണോ വേണ്ടത് നിങ്ങൾക്ക് അവിടേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ലോഡായി വരുന്നുണ്ട്. ഞാൻ നെറ്റ് സ്ലോ ആണ്. ഓക്കെ, വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പിൻ്റെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം, ഫേസ്ബുക്കിലേക്ക് സെൻഡ് ചെയ്യാം, ട്വിറ്ററിലേക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, മറ്റുള്ള ബ്രൗസറിലേക്ക് വരെ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ഈ അറിവ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈയാണോ നീ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു അക്ഷരപ്പേവ് പോലും ഇല്ല. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റുകൾ എഴുതാം. എത്ര വലിയ എസ്സേ വരെ നിങ്ങൾക്ക് ഇതിലൂടെ എഴുതാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതുപോലെ ഇവിടെ പറയുക. പറഞ്ഞു കഴിഞ്ഞ ശേഷം ഈ കാണുന്ന വൃത്തത്തിൻ്റെ മുകളിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞത് അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്ത് നിങ്ങളുടെ വാട്സപ്പിലേക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ എൻ്റെ ഐഫോൺ വേൾഡ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.